ഞാൻ ചാടിയിറങ്ങി ഗോവണിപ്പടി വഴി താഴെ എത്തി. ഗേറ്റിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആളുമെല്ലെ നടന്ന് എനിക്കരികിലേക്ക് വന്നു. വൈകിട്ട് കണ്ടില്ല, കാണാഞ്ഞിട്ട് പറ്റണില്ല. അതാ ഒരു നോക്ക് കാണാൻ വന്നത്. വയ്യായിക മാറിയെങ്കിൽ നാളെ ക്ഷേത്രത്തിലേക്ക് പോരൂട്ടോ. ഇനി കയറിപ്പൊയ്ക്കോളൂ. അത്രയും പറഞ്ഞുകൊണ്ട് ആളെൻ്റെ കണ്ണുകളിൽ അത്രയേറെ ലോലമായി നോക്കിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. എൻ്റെ തേവരെ, ഞാൻ ദാ വിറക്കുക ഹാളു. അതിനെ കാണുമ്പോൾ തുടങ്ങും എൻ്റെ ശരീരത്തിന് ആകെ ഒരു ഗതിമാറ്റം, വിറവൽ, വിയർപ്പ്, ശ്വാസം കിട്ടാത്ത പോലൊക്കെ തോന്നുക. ഇതാടി പെണ്ണ പ്രണയം. അവനെ കാണാതിരിക്കുമ്പോൾ കാണാൻ തോന്നും, അരികിലേക്ക് ഓടി അണയുവാൻ തോന്നും. എന്നാൽ അരികിലേക്ക് എത്തിയാലോ ഒടുക്കത്തെ പേടിയും. ഹാളു പറഞ്ഞു നിർത്തി. ഡി, എന്നോട് നാളെ ചെല്ലാൻ പറഞ്ഞു. ഇവിടെ ക്ഷേത്രത്തിൽ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ എങ്ങനാടി? നാളെ ഇനി എന്നോട് ചോദിക്കും. പിറ്റേന്നും അവളെ കാണാതായപ്പോൾ അവന് വല്ലാത്ത ദേഷ്യം വന്നു. വരമ്പിലൂടെ നടന്നു നീങ്ങുന്ന ഹാളുവിനെ അവൻ തടഞ്ഞു നിർത്തി. ക്ഷേത്രം എന്തേ വന്നില്ലേ? എൻ്റെ പൊന്നു ചേട്ടാ, ചേട്ടനിങ്ങനെ എപ്പോഴും എന്നെ തടഞ്ഞു നിർത്തുമ്പോൾ നമ്മുടെ ഈ ബ്ലഡി നാട്ടുകാർ ഓർക്കും ഞാനും ചേട്ടനുമായി വല്ല പ്രേമമാണെന്ന്. എൻ്റെ ഏട്ടനെങ്ങാനും അറിഞ്ഞ അപ്പം തന്നെ എന്നെ വേറെ പിടിച്ച് കെട്ടിക്കും. അതുകൊണ്ട് ഈ കയ്യാങ്കളിക്ക് ഞാനില്ല. പിന്നെ കിച്ചു വരാത്തത് അവൾക്ക് വയറുവേദനയാണ്. അത് കേട്ടതും അവൻ്റെ മുഖം വാടി. പേടിക്കണ്ട, ഇത് പെൺകുട്ടികൾക്കെല്ലാം മാസവും വരുന്ന വേദനയാ. ഇനി അവളെ കാണണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണേൽ വൈകിട്ട് പുഴക്കരികിലെ അത്തിയുടെ ചുവട്ടിലുണ്ടാവും ഞങ്ങൾ. അത്രയും പറഞ്ഞവൾ ഒരു കണ്ണിറക്കി സൈറ്റടിച്ചുകൊണ്ട് നടന്നു നീങ്ങി. വീട്ടിലിരുന്ന് മുഷിഞ്ഞപ്പോൾ നന്ദയും അനുവും ഹാളുവും കിച്ചുവും പുറത്തേക്കിറങ്ങി. മമ്മ, ഞങ്ങളിപ്പോൾ വരാവേ, ഗ്രൗണ്ട് വരെ പോയിട്ട് വരാം. കിച്ചു ചാടിക്കളിക്കാൻ നിൽക്കരുത്, അറിയാലോ. പിന്നെ തേവരുടെ അടുത്തേക്കും പോവരുത്. ഇല്ല മമ്മ, ഞങ്ങൾ വന്നു. ഗ്രൗണ്ടിൽ ചെല്ലുമ്പോൾ കുട്ടിപ്പട്ടാളം എല്ലാം അന്താരാഷ്ട്ര ചർച്ചയിലാണ്. എന്ത് കളിക്കും? അപ്പോഴാണ് കണ്ണുപൊത്തി കളി ഹാളു സജസ്റ്റ് ചെയ്തത്. എല്ലാവരും അത് അനുകൂലിച്ചു. ആദ്യത്തെ നറുക്ക് നമ്മുടെ കിച്ചുവിന് തന്നെ. കണ്ണുകെട്ടി കറക്കി കറക്കി അവളെ ഒരു വഴിക്കാക്കി ഉന്തിവിട്ടു. പാവം കിച്ചു എല്ലാവരുടെയും ശബ്ദം കേൾക്കുന്നിടത്തേക്ക് ഓടിയെത്തുമ്പോൾ എല്ലാവരും മാറിക്കളയും. ഓടി അവൾ ക്ഷീണിച്ചു. അവസാനം തൊട്ടുമുന്നിൽ ഒരാളനക്കം തോന്നിയപ്പോൾ അവൾ ആളെ പൂണ്ടടക്കം കെട്ടിയങ്ങ് പിടിച്ചു. ആളുടെ നെഞ്ചോളമേ അവളുടെ തലയുള്ളൂ. ആ നെഞ്ചിലാണ് അവൾ തട്ടി നിൽക്കുന്നതും. ദൃഢമായ ആ നെഞ്ചും ശരീരവും അവൾ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ട് ആ ഹൃദയതാളം അവനിലുമേറെ അവൾക്ക് അനുഭവിച്ചറിയാമായിരുന്നു. ബ്ലൂ ഡേ ചാനൽ പെർഫ്യൂമിൻ്റെ വിയർപ്പിൽ കലർന്ന ആ സുഗന്ധം അവളിൽ എന്തൊക്കെയോ ഉളവാക്കിക്കൊണ്ടിരുന്നു. ഊഫ്! പെട്ടെന്നവൾ കിതപ്പോടെ ഞെട്ടിക്കൊണ്ട് പിന്നിലേക്ക് മാറി നിന്ന് കണ്ണിലെ കെട്ടയിച്ചു. എൻ്റെ തേവരെ, കൺമുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടപ്പോഴേ എൻ്റെ ഉള്ളിലൂടെ കൊള്ളിയാൻ മിന്നുന്ന ഒരു ഫീലിംഗ്. ചുറ്റിനും ബട്ടർഫ്ലൈസ് പറക്കുന്ന പോലെ. ഈ മനുഷ്യനെയാണോ ഞാൻ ഇത്രയും ചതച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നിരുന്നത്? മനസ്സാണെങ്കിൽ അങ്ങയുടെ മുഖത്തു നിന്ന് കണ്ണെടുക്കാൻ സമ്മതിക്കുന്നില്ല. ബ്ലഡി തെണ്ടി മനസ്സ്. അതിൻ്റെ ഇടയ്ക്ക് അങ്ങേരിട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ ആദ്യത്തെ 2-3 ബട്ടൺ തുറന്നിട്ടേക്കുന്നു. പാലുപോലെ വെളുത്ത ആ ശരീരത്തിൽ ആ രോമക്കാട് കാണാനേ ഒരു ചേലാണ്. അതിൻ്റെ കൂടെ ആ രുദ്രാക്ഷത്തിൻ്റെ മാലയും പൊന്നിൻ കുരിശിൻ്റെ കൊന്തയും ഒന്നുകൂടെ കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ സത്യായും ഞാൻ പിടിച്ചൊരു ഉമ്മ കൊടുത്തേനെ എൻ്റെ ചെക്കനെ. മുണ്ടുടുത്തേ കണ്ടിട്ടുള്ളൂ, അതാണ് ഇണക്കവും. പിന്നെ എന്നായാലും ഇതൊക്കെ എൻ്റേതാവാനുള്ളതല്ലേ എന്ന് വിചാരിച്ച് ഞാനങ്ങ് സ്വയം കൺട്രോളായി. തൊട്ടുമുന്നിൽ നിൽക്കുന്നയാളുടെ കണ്ണുകളിലേക്ക് നോക്കെ ഞാനും അവനിൽ അടിമപ്പെട്ടു പോകുന്ന പോലെ തോന്നുവാണ്. അത്രയും ആകർഷിക്കുന്ന ആ കണ്ണുകൾ എന്നെ വലയ്ക്കുകയാണ്. കുറുമ്പ് നിറഞ്ഞ ആ നോട്ടത്തിലും ആ ചൊടിയിൽ വിരിയുന്ന പുഞ്ചിരിയിലും പ്രണയം മാത്രമാണ് ഞാൻ കാണുന്നത്. എനിക്ക് വേണ്ടി മാത്രം, എന്നോട് മാത്രം, എൻ്റേത് മാത്രം. അതും ആലോചിച്ച് നേരെ നോക്കുമ്പോൾ ആലിൻ്റെ ചുവട്ടിൽ നിന്നും ശിവേട്ടൻ ധൃതിയിൽ അങ്ങോട്ട് പായുന്നത് കണ്ടപ്പോൾ ഉള്ളിൽ വിരിഞ്ഞ സ്വപ്നങ്ങളെല്ലാം നാലാക്കി മടക്കി സഞ്ചിയിൽ വെച്ചു. ഇനി ഞാൻ അങ്ങേരെ കെട്ടിപ്പിടിച്ചതെങ്ങാനും അങ്ങേരെ കണ്ടിട്ടാണോ ഈ വരവ്? ആകെ പരിഭ്രമം പിടിച്ച് നിൽക്കുമ്പോൾ ശിവേട്ടൻ കാറ്റുപോലെ ഓടി വന്ന് എൻ്റെ ചെക്കൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചു. നിനക്ക് എത്ര ധൈര്യം വന്നട നായെ? ഇളവള്ളി മഠത്തിലെ പെൺകുട്ടിയുടെ ദേഹത്ത് കൈവെക്കാൻ? ശിവേട്ടൻ അലറി. കുറച്ചു നാളായി മിത്ര, നിന്റെ കൂടെ ഞാനിവനെ ശ്രദ്ധിക്കുന്നു. എപ്പോഴും ഈ പെൺകുട്ടികളെ ചുറ്റിപ്പറ്റി തന്നെ. കണ്ട അഷ്ടിക്ക് വകയില്ലാത്ത കാര്യസ്ഥന്മാരുടെ മക്കൾക്ക് തമാശിക്കാനുള്ളതല്ല ഇളവള്ളി മഠത്തിലെ പെൺകുട്ടികൾ. മിത്രേട്ടന് നേരെ നോക്കി ശൗര്യത്തോടെയാണ് ശിവേട്ടൻ്റെ വാക്കുകൾ. കണ്ണേട്ടൻ ശിവേട്ടനെ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട്. പക്ഷേ ആളിവിടെ അനങ്ങുന്നു. അപ്പോഴും ശിവേട്ടൻ ആ ഏട്ടൻ്റെ കോളറിൽ നിന്നും പിടിവിട്ടിട്ടില്ല. ആളുടെ മുഖം കാണാൻ ഞാനുമൊന്ന് പകച്ചു. എപ്പോഴും ഓമനത്വം തുളുമ്പി നിൽക്കുന്ന ആ മുഖം ഇന്ന് രക്തവർണ്ണമായിരിക്കുന്നു. കൈയെല്ലാം ചുരുട്ടിപ്പിടിച്ച് കണ്ണ് രണ്ടും മേയിച്ച് പല്ലുകൾ ഞെരിച്ചുകൊണ്ട് ശിവേട്ടന് നേരെ കൈ ഉയർത്തുമ്പോൾ ആ നോട്ടം പെട്ടെന്ന് എൻ്റെ നേർക്ക് പാറി വീണു. കണ്ണുകൾ നിറച്ചുകൊണ്ട് വേണ്ട എന്ന രീതിയിൽ ഞാൻ തലയനക്കി. അതോടെ ആൾ ഒന്നയഞ്ഞു.
ശിവേട്ടനെ ശക്തിയായി പിന്നിലേക്ക് ആഞ്ഞു തള്ളിക്കൊണ്ട് ഞാൻ നിന്നിടത്തേക്ക് പാഞ്ഞു വന്നു. ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ടുമുന്നിലായി ഒരു വലിയ കരിങ്കല്ല്. അത് കുഞ്ഞെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ആൾ നേരെ തിരിഞ്ഞ് ശിവേട്ടൻ്റെ അരികിലേക്ക് ചെന്ന് നിന്നു. ആ കാഴ്ചയിലാണ് ശിവേട്ടനും കാര്യം ബോധ്യപ്പെട്ടത്. പുള്ളിയാകെ ചൂളി നിൽപ്പുണ്ട്. ആൾ തിരികെ നടന്ന് ശിവേട്ടൻ്റെ അടുത്ത് വന്നു നിന്നു. എന്നിട്ട് കുറച്ചുച്ചത്തിൽ പറഞ്ഞു, അതെ, ഞാനൊരു കാര്യം ആഗ്രഹിച്ചാൽ അതിപ്പോൾ ഏതു മനയിലെ പെണ്ണായാലും ഞാൻ സ്വന്തമാക്കിയിരിക്കും. അത് പറയുമ്പോൾ എന്നെ കിട്ടി ഒരു നോട്ടവും. ഞാനാകെ ഐസായി നിൽക്കുവാണ്. എല്ലാവരും കണ്ണുമീച്ച് നിൽപ്പുണ്ട്. പോരാത്തതിന് ശിവേട്ടനും. ഹായ്, ഇന്ന് തറവാട്ടിൽ ചെല്ലുമ്പോൾ പ്രഥമനം കൂട്ടി സദ്യ ഉറപ്പാ. ഹാളു എൻ്റെ കാതോരം വന്ന് ഇടുത്തി പോലെ പറഞ്ഞു. ചുറ്റും കൂടി നിൽക്കുന്ന പൊടിക്കുപ്പികളെല്ലാം എന്താ എവിടെയെന്നുള്ള അത്ഭുതത്തിൽ നോക്കി നിൽപ്പുണ്ട്. മിത്രേട്ടൻ ആളെയും വലിച്ചുകൊണ്ട് ബൈക്കിൽ കയറി എങ്ങോട്ടോ പോകുന്നുണ്ട്. പോകുമ്പോഴും എന്നെ തിരിഞ്ഞു നോക്കാൻ മറന്നില്ല. അത് കാണുമ്പോൾ ഞാൻ പിന്നെയും വിവശയാവുന്നു. ആ കണ്ണിൽ എന്ത് പ്രത്യേകതയാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. എന്തായാലും ആ കണ്ണുകളിൽ നിന്ന് എനിക്കിനി ഒരു തിരിച്ചു പോക്കില്ല എന്ന് ഞാൻ അപ്പോഴേ തീരുമാനിച്ചിരുന്നു. എനിക്കാണെങ്കിൽ നിന്നിടത്ത് നിന്ന് ഒന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ല. അല്ലേലും ആളെൻ്റെ അടുത്തുണ്ടിൽ സിബിട്ടതുപോലെ വായ അടഞ്ഞു പോവും. ആള് പോയി കഴിഞ്ഞാൽ ഞാൻ നേരെ ശിവേട്ടൻ്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ ഇയാൾക്ക്? ഞാനാണ് കണ്ണുബുദ്ധി കളിച്ചപ്പോൾ അങ്ങേരെ ചെന്ന് കെട്ടിപ്പിടിച്ചത്. അതിന് ഇയാളങ്ങാരെ തല്ലാൻ ചെന്നത് എന്തിനാ? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇയാളുടെ ചാളത്തടി പോലെയുള്ള ശരീരമൊന്നുമല്ല അങ്ങേരുടെ ബോഡി. ഫുൾ വിങ്സും സിക്സ് പാക്കും ഒക്കെ ആണ്. ഒന്ന് കൊണ്ടാൽ കൊണ്ടതാണേ. അതും പറഞ്ഞവൾ ഹാളുവിനെയും അനുവിനെയും നന്ദയെയും കൂട്ടി മനയിലേക്ക് നടന്നു. അവൾ പോകുന്നത് നോക്കി ശിവ കണ്ണൻ്റെ കൂടെ അങ്ങനെ നിൽക്കുവാണ്. മനയിലെത്തിയപ്പോൾ തന്നെ ഹാളു എൻ്റെ കൈ രണ്ടും പിടിച്ചുകൊണ്ട് എൻ്റെ റൂമിലേക്ക് ഓടിക്കയറി. അതെ, ഒരുമാതിരി കൂപ്പിലെ പരിപാടി കാണിക്കരുതെന്ന് പറഞ്ഞോണം നിന്റെ ദിൽവാലയോട്. എന്താടി നീ എന്താ ഈ പറയണേ? മൈ ഡിയർ, എന്നെ കൂടെ പറയിപ്പിക്കരുത്. ഈ ആളുകൾ കൂടുന്നിടത്ത് കിടന്ന് റൊമാൻസ് കളിക്കാൻ നിൽക്കല്ലേ എന്ന് പറയണമെന്ന് നിന്റെ ദിൽവാലയോട്. ഇന്നിപ്പോൾ മുടിനാരികയ്ക്ക് രക്ഷപ്പെട്ടു. അതിപ്പോൾ എനിക്കറിയുമോ അങ്ങേര് വന്നെൻ്റെ കൺമുന്നിൽ നിൽക്കുമെന്ന്? നിങ്ങൾ ഒരൊറ്റ എണ്ണം മിണ്ടിയില്ലല്ലോ. അനുവും നന്ദയും എന്ത് വിചാരിച്ച് കാണുമാവോ? ഒന്നും വിചാരിച്ച് കാണില്ല. പിന്നിൽ ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന അനുവിനെയും നന്ദിയെയും അപ്പോഴാണ് അവർ കണ്ടത്. സത്യം പറഞ്ഞോണം, നീയും ആ ചേട്ടനുമായി എന്താ ഒരു ഒളിച്ചുകളി? അല്ലേ ഞാൻ ഈ സംശയം ചെറിയച്ഛനോട് പറയും. നന്ദ യുദ്ധകാഹളം മുഴക്കി. എൻ്റെ പൊന്ന് നന്ദ, ചതിക്കല്ലേ? ഹാള് കൈകൂപ്പി. ഹാ, ഞാനതിന് കിച്ചുവിനോടാ ചോദിച്ചേ. അതിന് നീ ഇത്ര ഡെസ്പാവുന്നത് എന്താ? ഇടി നിനക്കറിയാലോ, ഇവൾ ഏതേലും കയറെടുത്താൽ അതിൻ്റെ മറ്റേറ്റത്ത് ഞാനും ഉണ്ടാവുമെന്ന്. അറിയാം. അതുകൊണ്ട് ആരാന്ന് വെച്ചാ പറഞ്ഞോളൂ, കേൾക്കട്ടെ. നന്ദ ബെഡിലിരുന്നിട്ട് കാലിന്മേൽ കാല് കയറ്റി വെച്ചു. അനു അവൾക്ക് തൊട്ട് പിന്നിലും. ഞാൻ പറയാം. കിച്ച നന്ദയുടെ അടുത്ത് ബെഡിലേക്ക് ചേർന്നിരുന്നു. എനിക്ക് നിന്റെ മീക്കായിൽ മൊറോണ ചേട്ടനെ ഇഷ്ടമാണ്. ആൾക്ക് തിരിച്ചു ഇഷ്ടമാണെന്ന് ആൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കറിയാം. അതുപോലെ ഞാനും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ആൾക്കും അറിയാം. ആഹാ, അത് പറ. ചുമ്മാതല്ല. നായിക കണ്ണുകെട്ടി കളിക്കുന്നു. കല്ലിൽ തട്ടി വീഴാൻ പോകുന്ന നായികയെ രക്ഷിക്കാൻ നായകൻ വരുന്നു. നായിക ആളറിയാതെ അവനെ കെട്ടിപ്പിടിക്കുന്നു. നമ്മുടെയെല്ലാം മുറച്ചെറുക്കൻ വരുന്നു. അടിപിടിയാവുന്നു. നായകൻ കിക്ക് ഡയലോഗ് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നു. വാഹ്, എന്താ അല്ലേ? ഡി കോപ്പെ, സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോഴാണ് അവളുടെ ഒരു കോമഡി. അനു നന്ദയുടെ തലക്കൊരു കിഴക്ക് കൊടുത്തു. എന്നിട്ടൊന്നുമില്ല. ശിവേട്ടന് വേറെ സംശയമൊന്നും തോന്നാതിരുന്നാൽ മതിയായിരുന്നു. കിച്ചു. ആ, അത് ന്യായമാണ് കിച്ചു. ശിവേട്ടനറിഞ്ഞാൽ ചെറിയച്ഛനറിയാൻ അധികം സമയം വേണ്ട. അച്ഛനറിഞ്ഞാൽ എന്താ? അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഐ കാൻ ടെൽ ഹിം എനിത്തിങ്, ഐ സ്വെയർ. മാങ്ങാത്തോലി, എൻ്റെ പൊന്നു മോളെ, നിനക്ക് നിന്റെ അച്ഛയെ മാത്രമേ അറിയൂ. ഇളവള്ളി മഠത്തിലെ സേതുമാധവനെ നിനക്കറിയില്ല. പ്രേമെന്ന് കേൾക്കുന്നത് ആൾക്ക് ഹറാമാണ്. മോള് ഇതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലി. മോളുടെ സകല സ്വാതന്ത്ര്യവും പുള്ളി നിർത്തലാക്കും. നന്ദ ഒരു വിറയലോടെയാണ് അത് പറഞ്ഞത്. നീ എന്തൊക്കെയാ നന്ദേ ഈ പറയണേ? എൻ്റെ അച്ഛ അങ്ങനെയല്ല. നിനക്കും അറിയാവുന്നതല്ലേ അച്ഛയെ. കിച്ചു, നന്ദ പറയുന്നതിലും കാര്യമുണ്ട്. എനിക്കും കുറച്ചൊക്കെ കേട്ടറിവുണ്ട്. അച്ഛമ്മ ഒരിക്കൽ അച്ഛനോട് പറയുന്നത് ഞാൻ കേട്ടതാ. എന്ത്? അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. കിച്ചു, നീ ആദ്യം ആ ഏട്ടൻ്റെ പേരും നാടും ഒക്കെ ഒന്ന് അന്വേഷിക്ക്. പറ്റില്ല. അച്ഛയെ പറ്റി നിങ്ങൾക്ക് എന്താ അറിയാവുന്നത്? അതെനിക്കറിയണം. പറഞ്ഞേ പറ്റൂ. ഹാളു കിച്ചുവിൻ്റെ ശബ്ദമുയർന്നു. ഉണ്ണിമോളെ. താഴെ നിന്നും അച്ചമ്മയുടെ വിളി കേട്ടപ്പോൾ ഞാൻ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. തേവരെ, ഇനി ആ ശിവേട്ടനെങ്ങാനും അച്ഛയോട് വല്ലതും പറഞ്ഞിട്ടുണ്ടാവോ ആവോ? അവളുമാരെയെല്ലാം ഒന്ന് നോക്കിക്കൊണ്ട് ഞാൻ മുറിവിട്ട് പുറത്തേക്കിറങ്ങുമ്പോൾ അവരുടെ മുഖവും ചെറിയൊരു പേടിയിൽ ചുവന്നിരുന്നു. താഴേക്ക് ഗോവണി ഇറങ്ങി ചെല്ലുമ്പോൾ അച്ഛ ശിവേട്ടനൊപ്പം ഹാളിൽ സോഫയിലിരുന്ന് TV കാണുന്നുണ്ട്. നെച്ചുവിനെ നോക്കി എന്തായെന്ന് കണ്ണുകൊണ്ട് ആക്ഷൻ കാണിച്ചപ്പോൾ അവൾ 2 കൈയും മേലോട്ടുയർത്തി അറിയില്ലെന്ന് കാണിച്ചു. അച്ഛേ.
ചെറിയൊരു പരുങ്ങലോടെ അച്ചയുടെ അരികിലേക്ക് നിന്നു. നെഞ്ചെല്ലാം അവളുമാര് പറഞ്ഞു തോർത്ത് പടപട ഇടിക്കുന്നു. ഉള്ളിൽ കള്ളത്തരമുണ്ടൽ പിടിക്കപ്പെടുമോ എന്നൊരു പേടിയാണല്ലോ എപ്പോഴും. ആ ഉണ്ണി, അച്ഛ ഒരു കാര്യം ചോദിക്കാൻ വിളിച്ചതാ. ഇന്ന് ഗ്രൗണ്ടിൽ ആ പയ്യൻ ആരാത്? ശിവ പറഞ്ഞു. ഇവനെന്തോ വെല്ലുവിളിച്ചെന്നൊക്കെ പറഞ്ഞു. മോളോട് അവൻ എന്തേലും മോശമായി പെരുമാറിയോ? മോൾക്ക് അവന് മുമ്പ് പരിചയമുണ്ടോ? പപ്പയുടെ ചോദ്യത്തിൽ ആദ്യമൊന്ന് പതറി. പിന്നെയും പരിങ്ങിയാൽ പണി പാളുമെന്ന് എനിക്ക് തോന്നി. ഭാവിയിലെ മരുമോനാണെന്ന് പറയണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ധൈര്യം പോരാ. ചിലപ്പോൾ അവളുമാര് പറയുന്ന പോലെ ഉള്ള ഫ്രീഡം ഞാനായിട്ട് കളയണോ? എനിക്കാ ചേട്ടനെ അറിയില്ല അച്ഛേ. നമ്മുടെ മിത്രേട്ടൻ്റെ കൂടെ അമ്പലത്തിൽ കണ്ടിരുന്നു. അല്ലാതെ ഞങ്ങൾ എങ്ങനെയാ അറിയുന്നേ? പിന്നെ ഇന്ന് ഞങ്ങൾ കണ്ണുകെട്ടി കളിച്ചപ്പോൾ ഞാൻ കല്ലിൽ തട്ടി വീഴാതിരിക്കാൻ എൻ്റെ മുന്നിലുള്ള കല്ലെടുത്ത് മാറ്റാൻ വന്നു. ഞാൻ ഇവർ ആരേലും ആണെന്ന് തെറ്റിദ്ധരിച്ച് ആ ചേട്ടനെ വട്ടം പിടിച്ചു. അല്ലാതെ ആ ചേട്ടൻ്റെ തെറ്റൊന്നും അല്ല. ഈ ശിവേട്ടന് നൊസ്സ. അവൾ ശിവയെ നോക്കി പല്ലിറുമ്മി. ആ, ഇത്രേ ഉള്ളോ? ഇതിനാണോ ശിവ നീ ഇത്രയും ഊതി വീർപ്പിച്ചത്? അച്ഛ ശിവേട്ടനെ ശാസനയോടൊന്ന് നോക്കിയിട്ട് എഴുന്നേറ്റ് പോയി. അന്നത്തെ ദിവസം പിന്നെ അവളുമാര് അമ്പലത്തിൽ മിത്രേട്ടനെയും ആളെയും കണ്ടില്ല എന്ന് പറഞ്ഞു. എനിക്കാണേൽ അതിനെ ഒന്ന് കാണാഞ്ഞിട്ട് നെഞ്ചൊക്കെ വല്ലാതെ വലയുന്നു. കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കുറേ നേരം കിടന്നു. പക്ഷെ എവിടുന്ന്? നിദ്രാദേവി എന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. എങ്ങനെ നോക്കും? ഗന്ധർവനല്ലേ എന്നിൽ ഇപ്പോൾ കൂടിയിരിക്കുന്നത്. കുറേ നേരം കിടന്നിട്ടും എനിക്കുറക്കം വരാതെയായപ്പോൾ എഴുന്നേറ്റ് വെള്ളം കുടിച്ചു. സമയം നോക്കിയപ്പോൾ 1 മണി. തേവരെ, ഞാൻ എങ്ങനെ ഒന്ന് നേരം വെളുപ്പിക്കും? വന്നു മണിക്കൂർ പോലും കാണാതിരിക്കാൻ വയ്യാത്ത അവസ്ഥയായല്ലോ. കിടന്നാൽ ഉറങ്ങില്ല എന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് റൂമിൻ്റെ ഡോർ മെല്ലെ തുറന്ന് ഹാളു വെട്ടിയിട്ട പോലെ കിടന്നുറങ്ങുക. മട്ടുപ്പാവിൽ വന്നു നിന്ന് പൂർണ്ണചന്ദ്രനെ നോക്കി അങ്ങനെ കുറച്ചു നേരം നിന്നു. എങ്ങോ നന്നായി മഴ പെയ്യുന്നുണ്ട്. തെക്ക് നിന്ന് തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ആ തണുത്ത കാറ്റ് ഉടലിൽ തട്ടുമ്പോൾ ശരീരമാകെ കുളിരുന്ന പോലെ തോന്നിക്കുന്നു മനസ്സും. മുറ്റത്തെ മുല്ലപ്പടർപ്പിൽ വിരിയാൻ തുടങ്ങുന്ന കുടമുല്ലപ്പൂവിൻ്റെ സുഗന്ധം ആ പരിസരമാകെ പരന്നിരിക്കുന്നു. നിലാവിനെ മറച്ചുകൊണ്ട് കാർമേഘം ഉരുണ്ടുകൂടുന്നു. പെട്ടെന്നാണ് എൻ്റെ നോട്ടം മുല്ലക്കാടിൻ്റെ അരികിലെ മരത്തടിയിൽ തീർത്ത ബെഞ്ചിലേക്ക് നീണ്ടത്. അതിൻ്റെ തൊട്ടരികിലുള്ള ചെറിയ താമരക്കുളത്തിലേക്ക് കാലുകളിട്ടുകൊണ്ട് എന്നെ നോക്കി ചിരിക്കുന്ന ആ ഇളം പച്ചക്കണ്ണുകൾ. എൻ്റെ തേവരെ. തലയിൽ കൈവച്ചുകൊണ്ട് ആദ്യം ഞാൻ വിളിച്ചു പോയത് തേവരെയാണ്. കാരണം അച്ഛയോ വല്യച്ഛനോ ശിവേട്ടനോ ആരേലും ഇപ്പോൾ എഴുന്നേറ്റാൽ കഴിഞ്ഞു. താഴെ ഇരിക്കുന്ന ആൾക്ക് യാതൊരു കൂസലുമില്ല. സ്വന്തം വീടിൻ്റെ ഗാർഡനിൽ ഇരിക്കുന്ന പോലെ ആധിപത്യത്തിലാണ് ഇരിപ്പ്. കാണാൻ നല്ല ചേലുണ്ട്. ആ ചേല് നോക്കിയിരുന്നാൽ എന്നെ ചേല പുതപ്പിച്ച് കിടത്തും. എന്നെ നോക്കി വാ എന്ന് ആക്ഷൻ കാണിക്കുന്നുണ്ട്. ഞാൻ ഇല്ല എന്നും. ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് കയ്യിലെ പൊടിയെല്ലാം തട്ടിക്കൊണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് നിന്നിട്ട് എന്നോട് പറഞ്ഞു, താഴേക്ക് വരുന്നില്ലൽ വേണ്ടാട്ടോ, ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഒരു അത്യാവശ്യ കാര്യം പറയാനാ. അതും പറഞ്ഞ ആൾ എൻ്റെ മുറിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരത്തിലേക്ക് വലിഞ്ഞു കയറാൻ തുടങ്ങി. അയ്യോ വേണ്ട, ഞാൻ വരാം. മെല്ലെ സ്വരം താഴ്ത്തി പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നാലെ ഗോവണി വഴി താഴേക്കിറങ്ങി. അപ്പോഴും ആ മട്ടുപ്പാവിലെ പൂട്ടിയ മുറിയിലെ സ്ത്രീരൂപം മൗനമായി ആർത്തിച്ചിരിക്കുന്നുണ്ടായി. ഗോവണി ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ ആൾ കുറുമ്പോടെ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് കൈ രണ്ടും മാറിൽ പിണച്ചു കെട്ടിക്കൊണ്ട് മുല്ലപ്പടർപ്പിൽ ചാരി നിൽപ്പുണ്ട്. കാണുമ്പോൾ തന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നും. പക്ഷെ ആളെ അടുത്ത് കണ്ടാൽ അപ്പോൾ തുടങ്ങും എൻ്റെ വൃത്തികെട്ട അസുഖം, വിറവൽ, കൂട്ടത്തിൽ വിക്കലും. എൻ്റെ ഉണ്ണിയാർച്ച ഉറങ്ങിയില്ലേ? തോൾ കൂച്ചിക്കൊണ്ട് ഞാൻ മറുപടി പറഞ്ഞു. എന്നോടെന്താ മിണ്ടാത്തെ? എന്നെ ഇഷ്ടായില്ലേ? അയ്യോ ഇഷ്ടാണ് ഒത്തിരി. നാവ് ചതിച്ചു. വേണമെന്ന് വിചാരിച്ചതല്ല, പറഞ്ഞു പോയി. ഞാൻ തലകുനിച്ച് ചമ്മി നിൽക്കുവാണ്. അത് കേട്ടപ്പോൾ ആളുടെ മുഖമെല്ലാം ചുവന്നു തൊടുത്തു. ഞാൻ പോവാടോ, അത്യാവശ്യമായി എനിക്ക് ഓഫീസിലെത്തണം. ഇയാളോട് പറയാതെ പോയാൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അതാ വന്നത്. അത് കേട്ട് ഞെട്ടിയെങ്കിലും ഞാൻ തല മെല്ലെ അനക്കി. എന്നെ മറന്നു പോകുവോ? അതിനും മോളിൽ മാത്രം. എന്നെ മറക്കാതിരിക്കാൻ ഞാനൊരു ഗിഫ്റ്റ് തരാവേ. അതും പറഞ്ഞുകൊണ്ട് എന്നെ അവൻ അവൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. ഞാനിപ്പോൾ ആളുടെ നെഞ്ചോരം ചേർന്ന് ഇടിച്ചു നിൽക്കുവാണ്. വിറവൽ എൻ്റെ ശരീരത്തെ പൂർണ്ണമായും അടിമപ്പെടുത്തി. അവൻ്റെ ഇരു കൈകളും എന്നെ ചുറ്റിവരിഞ്ഞു പൂർണ്ണമായും അവനിലേക്ക് ചേർത്ത് നിർത്തി. എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നതിന് മുന്നേ ആളുടെ ചുടുനിശ്വാസം എൻ്റെ കവിളിനെ തഴുകി.